സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും അതേപോലെ സ്നേഹിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയാണ്. ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് സംഘടനകളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്, അവരുടെ പെൺ ആർട്ടിസ്റ്റുകളും എല്ലാമായിട്ട് പലതവണ ഇവിടെ വന്നു. എന്നിട്ട് ആത്മക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അമ്മയും അതനുസരിച്ചിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളുമെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. കാരണം ഇത് രണ്ടും ഈ താരസംഘടനകളാണ്. അപ്പോൾ ഒരിക്കലും അവരെ താരങ്ങൾക്ക് വരുന്ന എല്ലാ സഹായവും അവർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്കെങ്കിൽ നല്ല ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പം ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അതിനൊരു അർത്ഥം വന്നത് രവി ഗണേഷ് കുമാറോടെ വന്നപ്പം അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ ഒരു വിലയും എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം താരങ്ങൾക്ക് അതിനൊരു പ്രത്യേക ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ സംഘടനകളെല്ലാം മാറി എന്നുള്ളതാണ്. അപ്പോഴും യാതൊരു അഹങ്കാരമില്ലാതെ ഒരർത്ഥത്ത് ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിച്ചത്. ഈ പൊതുദർശനത്തിലൊരു ആശങ്ക വന്നിരുന്നത് അവിടെ ഭവനിലേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ, പിന്നീടാണ് വീട്ടിൽ തന്നെ ആക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പിന്നെ എത്തിയതാണോ? അല്ല, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പൊതുദർശനം വയ്ക്കാനായിട്ടുള്ള സ്ഥലം എല്ലായിടവും കിട്ടാൻ പ്രയാസമാണ്. പെട്ടെന്ന് പറയും. അപ്പം മുമ്പ് കലാഭവനിലെല്ലാം വയ്ക്കുമായിരുന്നു. അന്ന് അതിനുള്ള സൗകര്യമുണ്ട്. ഇന്ന് എല്ലായിടവും എൻഗേജാണ്. ആ എൻഗേജായത് കാരണം അത് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഉണ്ടായിരുന്നത് പൊതുദർശനത്തിന് വയ്ക്കാൻ പറ്റിയ ഇടം എന്ന് പറയുന്നത് ഭാരത് ഭവനാണ്. ഭാരത് ഭവൻ്റെ ചുറ്റിനും ആ റോഡും ഇതെല്ലാം ജോലി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ജോലി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വണ്ടിക്ക് പോയി പോകാൻ പറ്റാത്ത നമ്മളൊരു തടസ്സം ഉണ്ടാക്കണ്ട എന്ന് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൊതുദർശനത്തിന് അവിടെ ഉച്ചയ്ക്ക് ഭവനിലോ അവിടെ എവിടെയെങ്കിലും അത് നടത്തിയിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാക്ക് ഡൊണേഷൻ്റെ പരിപാടികളെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അതിനിടയ്ക്ക് ശ്രീ ഹരികുമാർ ഡയറക്ടർ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് പോലും ഭാരത് ഭവനോ വേറെ ഒരു സ്ഥലമോ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. അതുപോലെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അത് 2-2.5 അവിടെ നിന്ന് എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴേ ഇത് കനകലതയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാം തീർച്ചയായിട്ടും കനകലതയുടെ വീട് അറിയും. എല്ലാവരും ഇവിടെ വരും, പരമാവധി ആളുകൾ വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ മാറ്റിയത്. അതിന് ആർക്കും കൂടുതൽ ആളുകളെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമില്ല. വേറെ ഒന്നും ഇതുവരെയും ശല്യം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് കനകലത. അതാണ്. പിന്നെ നമ്മുടെ പ്രസിഡൻറ്റും ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. പ്രസിഡൻറ്റ് രവി ഗണേഷ് അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനായതുകൊണ്ട്, അല്ലെങ്കിൽ കാരണം നമ്മളെല്ലാം 5 വർഷത്തിലൊരിക്കൽ അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് പോകുന്ന ഒരു ഇതെന്ന് പറയുന്നത് ശ്രീ രവി ഗണേഷ് കുമാറിൻ്റെ ഇലക്ഷൻ മാത്രമല്ല. ബാക്കി ആരുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പോക്കായിരുന്നു. അതിലും ഉണ്ടാവും കനകലത സൂക്ഷിച്ചിരുന്നു. അത് ആർക്കും കിട്ടാത്ത അതാണ് ഞാൻ പറഞ്ഞ ഒരു നഷ്ടം എന്ന് പറയും. അല്ലാതെ മറ്റുള്ള ആളുകൾ പറയും പോലെ തീരാനഷ്ടമെന്ന് അതിന് അർത്ഥമാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുന്നത്, ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച്, കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ.